വെൽക്കം ബാക്ക് ടു പാറൂസ് ക്രിയേഷൻസ്. അപ്പോൾ പാറൂസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ, ഒറ്റ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അറിയായിരിക്കും, നമ്മുടെ ഈ വിദേശികൾക്കൊക്കെ ഏറ്റവും നമ്മുടെ കേരളയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ നാടൻ എൻ്റെ കരിമീൻ അല്ലേ, കരിമീൻ പൊള്ളിച്ചത് അവർ ആദ്യം ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു 2 കരിമീൻ വാങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് നമുക്ക് സാധാ ഫ്രൈ ചെയ്യുന്ന രീതിയൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക ഗ്രേവിയൊക്കെ ചെയ്ത് നല്ലൊരു വെറൈറ്റി രീതിയിൽ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ അത് എങ്ങനെ വൃത്തിയാക്കുന്നത്, അതെങ്ങനെയാണ് അതിൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നത്, എങ്ങനെ നമുക്ക് വെറൈറ്റി സ്പെഷ്യൽ രീതിയിൽ എങ്ങനെ പൊള്ളിച്ചെടുക്കാം, ആ ഒരു രീതി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ കരിമീനാണ്. അപ്പോൾ ഇതൊരു വലിയൊരു എത്ര പറയുക, ഒരു വലിയൊരു കരിമീനാണ് കേട്ടോ. ഒരു മീൻ സൈസ് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു വലിയൊരു കരിമീനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ കഴുകി നല്ല വൃത്തിയാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു 2 മീനോളം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഒരു മീൻ നന്നായിട്ട് അതിനെ വൃത്തിയാക്കുന്ന ഈ ഒരു കലാപരിപാടികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് ഇതിന് ഒരുപാട് ചെള്ളുണ്ട് കേട്ടോ, നന്നായിട്ട് ചെള്ളുണ്ട്. ആ ചെള്ളൊക്കെ നന്നായിട്ട് ഒന്ന് രീകി ഒരു വെട്ടിച്ചാത്തിയൊക്കെ വെച്ച് നന്നായിട്ട് ആ ചെള്ളൊക്കെ ഒന്ന് കളഞ്ഞ് ആ മീനിൻ്റെ തോലും ആ ഭാഗത്തിരിക്കുന്ന ആ ഒരു വൃത്തിയൊക്കെ ആക്കി അതിൻ്റെ വാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തലയുടെ ഭാഗത്തൊക്കെയുള്ള ആ ചെള്ളൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നതാണ് ഇത്. ഇതിനകത്തുള്ള ഒരു വേസ്റ്റ് ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ കുടൽ ഐറ്റംസ് അങ്ങനെയൊക്കെ ഉള്ള, അപ്പോൾ ഇതിനൊരു ചെറിയൊരു പരു പോലുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മീൻ കറിയൊക്കെ വെക്കുവാണെങ്കിൽ അതിനൊക്കെ നല്ലതാണ്. ഈ പരുവൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമുക്ക് ഒരു മീൻ നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുവാണ്. അപ്പോൾ ഇതിനകത്തിരുന്ന ആ കുടലും പരുവൊക്കെ ജസ്റ്റ് ഒരു കറി വെക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ ഈ പൊള്ളിക്കാനായിട്ട് എടുക്കുന്ന ഈ ഒരു മീനിനെ രണ്ടായിട്ട്, അതായത് അത് പുരട്ടാൻ കണക്കിന് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പുരട്ടാൻ മുഴുവനായിട്ട് രണ്ടായിട്ട് കീറുന്നില്ല. അപ്പോൾ ആദ്യം അതിൻ്റെ തല വരുന്ന രീതിയിൽ അതിന് പകുതിയോളം നമ്മൾ കീറിയെടുക്കുവാണ്. എന്ന് വെച്ചാൽ ആ മസാലയൊക്കെ നമുക്ക് നന്നായിട്ട് പുരട്ടാൻ എളുപ്പത്തിനായിട്ട് ആ ഒരു രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ കറി വയ്ക്കാനുള്ള മീൻ രണ്ടായിട്ടൊന്ന് കീറി ഒരു ചെറിയ പീസാക്കി മാറ്റി വയ്ക്കുവാണ്. ഫ്രൈ ചെയ്യാവുന്ന മീൻ എടുത്ത് വാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിനെ നന്നായിട്ട് ഞങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്യേണ്ട രീതിയിൽ ഇപ്പോൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലോട്ടുള്ള മസാലകൾ അല്ലെങ്കിൽ പുരട്ടാനായിട്ട് ഞങ്ങൾ മുളക് പൊടി ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, അടുത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ മസാല, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കുരുമുളക്, ഇത് ഇത്രയും ചേർത്ത് ആവശ്യത്തിന് ഓയിലിട്ട് നന്നായിട്ട് അതിൻ്റെ അരപ്പ് കിട്ടുവോളം നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാം നിങ്ങളുടെ എരിവിനനുസരിച്ച്. അപ്പോൾ ഞങ്ങൾ കാശ്മീരി മുളക് പൊടി, അപ്പോൾ അതിനനുസരിച്ചുള്ള ചേരുവകൾ ചേർത്ത് എണ്ണയിട്ട് നന്നായിട്ട് കുഴച്ച് മീനിനെ നിങ്ങൾക്കറിയാം, നിങ്ങൾ സാധാ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് കീറി ഒന്ന് പൊള്ളിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഞങ്ങൾ പുരട്ടി കൊടുത്ത് അതിനെ വേറൊരു ഇതിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് ഞങ്ങൾ അതിൻ്റെ ഗ്രേവിക്കായിട്ട് ഒരു സവാള, ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇത്രയും ഇട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ ആ പുരട്ടി ആ ഒരു അരപ്പ് തയ്യാറാക്കിയ ആ ഉരുളിയിൽ തന്നെ നമ്മുടെ ഈ സവാളയും നമ്മുടെ പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുവാണ് കേട്ടോ. നന്നായിട്ട് വഴറ്റി ഒന്ന് ചുമപ്പിച്ച് അതിനൊരു പറ്റിയൊരു ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞങ്ങൾ നന്നായിട്ടൊന്ന് ചെയ്യുവാണ്. ആ സമയം അതൊന്ന് വഴറ്റി ഒന്ന് വെന്ത് നല്ലൊരു ചുമന്ന രീതിയിൽ വരുന്ന ആ ഒരു സമയത്ത് ഇപ്പുറത്തൊരു ലോ ഫ്ലെയിം, ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു ലോ ഫ്ലെയിമിലാണ് അതൊന്ന് വച്ച് വഴറ്റുന്നത്. ഇപ്പുറത്തൊരു പാനിൽ ഞങ്ങൾ എണ്ണ ഒന്ന് നന്നായിട്ട് പുരട്ടിയതിന് ശേഷം അതിൽ ഞങ്ങളുടെ കരിമീൻ പൊള്ളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കരിമീൻ പൊള്ളി വരുമ്പോഴേക്കും ഞങ്ങൾ ഇവിടുത്തെ ഗ്രേവി റെഡി ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഇപ്പോൾ തക്കാളിയല്ല, നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ചുമന്ന് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ല രീതിയിൽ അതിനാവശ്യമായിട്ടുള്ള ഗ്രേവി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഇച്ചിരി ചാറ് പോലെ ഗ്രേവി അതിൻ്റെ അരപ്പൊക്കെ വേണമെന്നുള്ളത് കാരണം ഞങ്ങൾ ഇച്ചിരി തേങ്ങാപ്പാലും പുളിവെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 പാൽ 2 പാൽ അങ്ങനെയില്ല, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പാലെടുക്കുക. അപ്പം അതിനനുസരിച്ചുള്ള തേങ്ങാപ്പാലും പുളിവെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യമായിട്ടുള്ള ചാറ്, ഇപ്പോൾ പുളിവെള്ളം കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, തേങ്ങാപ്പാലും കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത്
നന്നായിട്ടൊന്ന് വഴറ്റി എടുത്ത് കൊടുക്കുക. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഈ ഗ്രേവിയിൽ എണ്ണ ഞങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. കാരണം മീൻ ഓൾറെഡി പൊള്ളിച്ചത് ഞങ്ങളതിൽ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ പുരട്ടിയെടുത്ത സമയത്ത്. അപ്പോൾ ഈ ഗ്രേവിയിൽ ഞങ്ങൾ തേങ്ങാപ്പാലും പുളിവെള്ളമാണ് അതിൻ്റെ ഒരു ടേസ്റ്റി റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് പൊള്ളിച്ച് വന്നിട്ടുണ്ട്. അതിനെ മറിച്ചിട്ടേക്കുവാണ്, നല്ലൊരു വേവിന് വേണ്ടി മറിച്ചിട്ടേക്കാണ്. നമ്മൾ ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞങ്ങൾ വേറെ ഒന്നുമില്ല, ഈ മീൻ ഫ്രൈനൊന്ന് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഗ്രേവി നല്ല രീതിക്ക് അതിലൊന്ന് മിക്സപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് റെഡിയാക്കിയത് എനിക്ക് കഴിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അപ്പം നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം തന്നെ എനിക്ക് കണ്ടപ്പോൾ തന്നെ അത് കഴിക്കാനുള്ള ആ ഒരു ഇതാണ് കേട്ടോ. അപ്പം ഞാൻ അത് കഴിക്കാനായിട്ട് പോവുകയാണ്. ആദ്യമൊക്കെ ഞാൻ കളിയാക്കിക്കൊണ്ടിരുന്നത് ഇതെങ്ങനെ കൊള്ളായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് സെറ്റ് ഡിഷാണ് കേട്ടോ. നമ്മളെ കരിമീൻ പൊള്ളിച്ചത് നല്ല ഭയങ്കര ടേസ്റ്റാണ്. കണ്ടല്ലോ, ഞാനത് കഴിച്ച് മുഴുവനായിട്ട് തീർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു നുള്ളു പോലും അതിൽ ഇച്ചിരി പോലും ഞാനതിനെ വേസ്റ്റ് ആക്കിയിട്ടില്ല. അപ്പം ഞങ്ങളത് കഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉറപ്പായിട്ടും ഈ ഒരു കരിമീൻ ഈ ഒരു രീതിയിൽ ഇപ്പോൾ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഗ്രേവി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്, ചോറും കപ്പയും കഴിക്കാനായിട്ട് ഒരു ഗ്രേവി മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ നിങ്ങൾക്ക് മുളക് പൊടിയോ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.